അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖനല്ല? അതുപോലെ തന്നെ എനക്കും സുഖനെ. ഇന്ന് നല്ല നല്ല പച്ച ചിരങ്ങാന്ന് നമ്മുടെ നാട്ടിൽ പറയും, മത്തങ്ങയെന്നും പറയലുണ്ട്. നമുക്ക് ചിരങ്ങയും പരിപ്പും വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കിയാലാ. ഫസ്റ്റ് തന്നെ അതാ ഒരു മുറി ചിരങ്ങ ഞാൻ നന്നായി കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടുന്നുണ്ട്. നല്ല പച്ച ചിരങ്ങാന്ന് വേണ്ട, തോല് പച്ച. അതിലേക്ക് തന്നെ ഇതാ ഒരു ഗ്ലാസ് സ്റ്റീലിൻ്റെ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പരിപ്പ്, നല്ല ചുവന്ന പരിപ്പാണ്. നല്ല രസമാണ് കറി വെച്ചാൽ. അതിലേക്ക് തന്നെ ഒരു നീരുള്ളി, ഒരു തക്കാളി, പച്ചമുളക് 2 എണ്ണം എല്ലാം കൂടി ഞാൻ ഒന്നിച്ചിടുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ പൊടികൾ ഇടുന്നുണ്ട്. ഒരു സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് പൊടികളിലിട്ട് നന്നായി ഒന്ന് ഇത് കലക്കാം. ഇതിന് വെള്ളം തക്കത്ത വെള്ളവും നമുക്ക് ഒഴിക്കാം. എന്നിട്ട് കുക്കർ നമുക്ക് അടച്ച് വെച്ച് ഒരു 3 വിസിൽ അടിക്കട്ടെ. അങ്ങനെ ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പത്തേക്ക് വെച്ച് ഒരു 3 വിസിൽ അടിക്കട്ടെ. ചിരങ്ങയും പരിപ്പും ഇപ്പുറം തീമ വെച്ചിട്ടുണ്ട്. അയില പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ലോണം പൊരിയണം. അത്ര അയില പൊരിച്ചത് ഇവിടെ റെഡിയായി. ഇതാ നല്ല അയില പൊരിച്ചത് റെഡിയായി. ഇത് ഞാൻ ഗ്യാസ് ഓഫാക്കുന്നു. ഇത് നമുക്ക് പരിപ്പും ചിരങ്ങയും വെന്തോ നോക്കാം. ഇത് കളയിട്ട് നമുക്കങ്ങനെ ചിരങ്ങയും പരിപ്പും വെന്തോന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട് ചിരങ്ങയും പരിപ്പും. ഇനി നമുക്ക് തേങ്ങ അരച്ചത് കൂട്ടണം ഇതിലേക്ക്. അങ്ങനെ നമ്മളെ ചിരങ്ങയും പരിപ്പിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് കൂട്ടാം. ഒരു മുറി തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും ഇട്ടിട്ട് അരച്ചതാണ്. അത് നന്നായി നമുക്ക് തിളപ്പിക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കണം. നമ്മൾ നോക്കട്ടെ, ഉപ്പുണ്ടോ? കുറച്ച് ഉപ്പിട്ടിന്, കുറച്ച് കുറവുണ്ട്. ഉപ്പിടുന്നുണ്ട്. ഇത് കല്ലുപ്പാന്ന് ഞാൻ ഇടുന്നില്ലേ. ഇത് നന്നായി ഒന്ന് തിളക്കട്ട്. തിളച്ചതിന് ശേഷം നമുക്ക് കടുക് വറുക്കണം. അങ്ങനെ കറി നന്നായി തിളച്ച് കഴിഞ്ഞ് നമുക്കിത് ഓഫാക്കി ഇടാം. ഇനി കടുക് വറുക്കാം. ഇതാ ചട്ടി വെക്കുന്നുണ്ട്. കായിട്ട് എല്ലാവരും ചോറ് വേവിച്ച ഞങ്ങൾ കറി ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും സുഖം തന്നെയാ. ഇങ്ങനെ എണ്ണ ഒഴിച്ച് കടുക് ഇടുന്നുണ്ട് ഞാൻ. അവിടെ പൊട്ടിട്ട് അതിലേക്ക് ഞാൻ കറിവേപ്പ് ഇടുന്നുണ്ട്. നാടൻ കറിവേപ്പാണ്. ഞാൻ ബീഫച്ചാർ കൊടുക്കാൻ വെച്ചാൽ വരുമ്പോൾ വലിയ മരം നമ്മുടെ ഇവിടെ ഒന്നും ആകുന്നില്ല കറിവേപ്പ്. മരം പൊട്ടി അതിന് പൊട്ടിച്ച് ചേർക്കാൻ ഇത് തന്നു. അങ്ങനെ കടുക് വറുത്തിട്ടിട്ട് എന്താ കറി മക്കളെ. ചിരങ്ങയും പരിപ്പും നല്ല സൂപ്പർ കറിയായി. ഇനി നമുക്ക് ചോറ് വയ്ക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അപ്പയും കൂടി ചോറ് വയ്ക്കാനിരുന്ന്. പണിക്ക് പോയിട്ട് ഇപ്പം വന്നതാണ്. പള്ളിയിൽ പോകാൻ വെള്ളിയാഴ്ചയല്ലേ. നമ്മളെ അടിപൊളി ചിരങ്ങയും പരിപ്പും ഇതാ. അങ്ങനെയുണ്ട്. അയില പൊരിച്ചത്, ബീഫ് അച്ചാർ ഞങ്ങൾക്ക് കിട്ടിയിട്ടേ ഇല്ല.
എല്ലാം ഓർഡർ പ്രകാരം കൊണ്ടുപോയി ഇനി നമുക്ക് വേണ്ടിയിട്ട് ആക്കണത്ര കുറച്ചുണ്ടായിന് അത് ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചതാണ് ബീഫ് അച്ചാർ. നമുക്കാർക്ക് കിട്ടാനൊന്നുമില്ല ബീഫ് അച്ചാർ. ഓർഡർ പറയുമ്പോഴേക്ക് 2 പറയും ഓർഡർ, അപ്പോൾ ഉണ്ടാവും പിന്നെ വിളിക്കുന്നവരോ ഒരാൾ. ഇനി നമുക്ക് കിട്ടൽ കുറവാണ്. മോരും വെള്ളം ഇതാ മോരാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറയും പോലെ തന്നെ മക്കളെ എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം എന്നോ, എന്ത് ഞാൻ ആക്കിയതിനോ നല്ലതോ പൊട്ടോ എന്തുണ്ടെങ്കിലും കമൻറ്റ് ഇടണം എന്നോ. കമൻറ്റ് ഇട്ടാലേ എനിക്ക് അറിയും, തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നാളെ വരാം. അസ്സലാമു അലൈക്കും.